കോർപ്പറേഷന്റെ ജൈവമാലിന്യ പ്ലാന്റിനെതിരെ അനിശ്ചിതകാല സമരത്തിലാണ് പ്രദേശവാസികൾ. ഇവിടെ മാലിന്യ സംസ്കരണം കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. തൊട്ടടുത്തു തന്നെ അറവുശാലയുമുണ്ട്. മാലിന്യം കൂടിയതോടെ പ്രദേശത്ത് ഈച്ചശല്യവും രൂക്ഷമായി. ദുർഗന്ധം മൂലം പുറത്തിറങ്ങാനും കഴിയാത്ത അവസ്ഥയാണ്. ഇതോടെയാണ് നാട്ടുകാർ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങിയത്. ഇവിടെ വരുന്ന വേസ്റ്റ് ഏകദേശം 20-30 ദിവസം കെട്ടിക്കിടക്കും. അപ്പോൾ ഈച്ച ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇവർ കമ്പോസ്റ്റ് ആക്കുമെന്ന് പറയപ്പെടുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് കമ്പോസ്റ്റ് യഥാർത്ഥ കമ്പോസ്റ്റിൻ്റെ വാലിക്ക് പോലും എത്തില്ല. അങ്ങനത്തെ കമ്പോസ്റ്റ് ശരിയായ കമ്പോസ്റ്റിന് ഇവിടെ ഈച്ച വരില്ല. അതും കെട്ടിക്കിടക്കുക. അത് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പോലും ആൾക്കാർ വരാത്ത കാരണം ഈച്ചയുള്ളത് കൊണ്ടാണ്, ഈ നനവുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാണ്. മാലിന്യ സംസ്കരണവും അറവുശാലയും മാത്രമല്ല, പൊതുശ്മശാനവും ഇവിടെ തന്നെയാണ്. ഇതൊന്നും കൃത്യമായി പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്താണ് മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് പുതിയ ശ്മശാനം തുടങ്ങാൻ കോർപ്പറേഷന്റെ നീക്കം. ഇതിനെതിരെ വാർഡ് കൗൺസിലർ തന്നെ രംഗത്തുണ്ട്. ഭക്ഷണം, വായു, വെള്ളം ഇത് മൂന്നും ഈ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളിലൂടെ ഈ 3 സ്ഥാപനങ്ങളിലുള്ളിടത്തോളം കാലം ഇവർക്ക് അത് ലഭിക്കില്ല. ആ ഒരു പ്രതിഷേധമാണ്. നല്ല ഒരു ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ചയുടെ ശല്യം, ഭക്ഷണത്തിൽ ഈച്ച വന്നിരിക്കുന്നു. വായു അറിയാലോ, നമുക്ക് ഒരു തുറന്ന് എന്താ പറയുക, ജനലും വാതിലൊക്കെ അടച്ചിട്ടിട്ടാണ്. വളരെയധികം വേദനയാണ് ഡിവിഷൻ കൗൺസിലർ എന്ന നിലയിൽ എനിക്കിവിടെ വന്നപ്പോൾ ഈ ആളുകളുടെ വീടുകളിൽ സന്ദർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളം അശുദ്ധമാവില്ലേ ഇതുപോലെയൊക്കെ ആവുമ്പോൾ. ഈ ആഴ്ച പുതിയ യന്ത്രം കൂടി എത്തുന്നതോടെ മാലിന്യ സംസ്കരണം വേഗത്തിലാകുമെന്നും പ്രശ്നം പരിഹരിക്കുമെന്നുമാണ് തൃശൂർ കോർപ്പറേഷന്റെ നിലപാട്. എന്നാൽ നാട്ടുകാർക്കതിൽ വിശ്വാസമില്ല. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.